സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത 370തമോധ്യായ 73ാമത്തെ അധ്യായത്തില് 17 വരെയുള്ള ശ്ലോകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ജരാസന്ധനെ വധിച്ച ശേഷം ജരാസന്ധന്റെ മകനായ സഹദേവനെ രാജാവായി അഭിഷേകം ചെയ്തു. അവൻ ബന്ധിച്ചിരുന്ന രാജാക്കന്മാരെ മോചിപ്പിച്ചു. സഹദേവനെ കൊണ്ട് അവർക്ക് സ്നാനവും ഭക്ഷണം അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവരെ രാജ്യത്തിലേക്ക് മടക്കി അയച്ചു. അവർ ഭഗവാനെ വണങ്ങി അവരുടെ രാജ്യത്തെത്തി കൃഷ്ണന്റെ പ്രവൃത്തിയെ കീർത്തിച്ച് പ്രജകളോട് പറഞ്ഞു. അവർ ഭഗവാൻ പറഞ്ഞ പ്രകാരം രാജ്യം ഭരിച്ചു. സഹദേവൻ കൃഷ്ണനെയും അർജുനനെയും ഭീമനെയും നമസ്കരിച്ച് യാത്രയാക്കി. അവർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. കൃഷ്ണന്റെ കാരുണ്യം കേട്ട യുധിഷ്ഠിരൻ പ്രേമാധിക്യ നിമിത്തം ആനന്ദബാഷ്പം ഒഴുക്കിയതല്ലാതെ ഒന്നും പറയാൻ ശക്തനായില്ല. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ശ്രീ ഭഗവാനുവാച അദ്യ പ്രഭൃതി വോ ഭൂവ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തിർ ബാഡം ആശംസിതം തഥാ. അപ്പോൾ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തി. അവിടെ നിന്ന് ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച രാജാക്കന്മാരുണ്ടല്ലോ, അവർ ഭഗവാനെ സ്തുതിച്ചല്ലോ. അപ്പൊ ഭഗവാൻ അവരോട് പറഞ്ഞു, അദ്യ പ്രഭൃതിവി വോ ഭൂപ. ഹേ രാജാക്കന്മാരെ, അദ്യ പ്രഭൃതിവി, ഇന്ന് മുതൽക്ക് അഖിലേശ്വരെ, എല്ലാറ്റിന്റെയും നാഥനായ ആത്മനിയുമായി, ആത്മാവായി എന്നിൽ വഹ, നിങ്ങൾക്ക് ആശംസിതം തഥ, ആഗ്രഹിച്ചതനുസരിച്ച് ഭക്തി, പരയായ അനുരാഗം, ബാഢം സുദൃഢം, ഉറപ്പോടുകൂടിയതായി ജായതേ ഭവിക്കും. അപ്പൊ അവര് ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ്. അങ്ങയിൽ ഇളക്കമില്ലാത്ത ഭക്തി ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നിലുള്ള അനുരാഗം ഉറപ്പോടുകൂടി തന്നെ ഭവിക്കും, ഇളക്കമില്ലാതെ തന്നെ ഭവിക്കും എന്ന് പറഞ്ഞു. അദ്യ പ്രഭൃതിവി ഭോ ഭൂഭ മയ്യാത്മാഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തിർ ബാഢം ആശംസിതും തഥാ. ശ്ലോകം 19. ദിഷ്ട്യാ വ്യവസിതം ഭൂപ ഭവന്തൈർദഭാഷിണഃ ശ്രീ ഐശ്വര്യമതോന്നാഹം പശ്യ ഉന്മാദകം നൃണാം. ദിഷ്ട്യാ വ്യവസിതം ഭൂപ ഭവന്തൈർദഭാഷിണഃ. ഭൂപ, ഹേ രാജാക്കന്മാരെ, വ്യവസ്ഥിത സങ്കല്പിക്കപ്പെട്ടത് ദിഷ്ട്യ ശോഭനം തന്നെയാണ്. അതായത് എന്റെ ഭജനം തന്നെ കർത്തവ്യം എന്നുള്ള നിങ്ങളുടെ സങ്കല്പം എത്രയും നല്ലത് തന്നെയാണ്. നിങ്ങൾ എന്നെ സ്മരിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ഏറ്റവും നല്ലത് തന്നെയാണ്, ശോഭനമാണ്. ഭവന്ത ഭവാന്മാരാൽ ഋതഭാഷണ, സത്യം പറയുന്നവർ തന്നെ, നിങ്ങൾ സത്യം പറയുന്നവർ തന്നെ. ഐശ്വര്യം അതോന്നാഹം, ശ്രീ കൊണ്ടും ഐശ്വര്യം കൊണ്ടുണ്ടാകുന്ന മതനിമിത്തം ഉണ്ടാകുന്ന സ്വേച്ഛാചാരം നിർണ, മനുഷ്യർക്ക് ഉന്മാദകം, ഭ്രമത്തെ ജനിപ്പിക്കുന്നതായിട്ട് പശ്യേ, ഞാൻ കാണുന്നു. അപ്പൊ രാജൈശ്വര്യം ഉണ്ടാകുമ്പോൾ മതമുണ്ടാവുകയും അവരുടെ ആ സ്വേച്ഛ, അതായത് സ്വന്തം കാര്യനിർവഹണം അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കും. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരാദ്യം പറഞ്ഞല്ലോ, അങ്ങയുടെ മായ കൊണ്ട് ഞങ്ങളുടെ ബുദ്ധി ഭ്രമിച്ചുപോയി, ഞങ്ങൾ വിഷയങ്ങളിൽ ആസക്തരായിരുന്നു, ഇപ്പൊ അങ്ങയെ കണ്ടപ്പോൾ ഞങ്ങളുടെ പാപങ്ങളെല്ലാം തീർന്നു, ഞങ്ങൾക്ക് തെറ്റ് മനസ്സിലായി, ഞങ്ങളുടെ അഹങ്കാരം തീർന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന്
ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ രാജൈശ്വര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് ബുദ്ധിക്ക് ഭ്രമമുണ്ടാകുന്നു. ദിഷ്ട്യാ വ്യവസ്ഥിതം ഭൂപ ഭവന്തൈർതഭാഷിണഃ ശ്രീ ഐശ്വര്യമതോന്യാഹം പശ്യ ഉന്മാദകം നൃണാം. ശ്ലോകം 20. കൈകയോ നകുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാത് ഭ്രംസിതാസ്ഥാന ദേവദൈത്യ നരേശ്വരാഹ. ഹൈഹയ ഹേഹയന്റെ വംശത്തിന് ജനിച്ചവർ നകുഷക നകുഷൻ, വേനൻ, രാവണ രാവണൻ, നരക നരകൻ, അപരന്മാരായ ദേവ ദൈത്യ നരേശ്വര ദേവന്മാരും അസുരന്മാരും രാജാക്കന്മാരും ശ്രീമതം ഹേതുവായിട്ട് സ്ഥാനത്തിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടു. അതായത് ഹേഹയ കുലത്തിൽപ്പെട്ട കാർത്തിക വീരാർജുനൻ ഹേഹയ കുലത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ 1000 കൈകളുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ മതം കൊണ്ട് ജമദഗ്നിയുടെ പശുവിനെ അപഹരിച്ചു, ജമദഗ്നിയെ കൊലപ്പെടുത്തി. അങ്ങനെ ആ കുലം തന്നെ നശിക്കാനിടയായി. പരശുരാമൻ ആ കാർത്തിക വീരാർജുനനെയും അവന്റെ ആൾക്കാരെയും അതുപോലെ ക്ഷത്രിയന്മാരെ എല്ലാം 21 പ്രാവശ്യം സഞ്ചരിച്ച് കൊല ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാർത്തിക വീരാർജുനൻ ജമദഗ്നിയുടെ ആ കാമധേനുവിനെ ഹരിച്ചതുകൊണ്ട് പരശുരാമനാൽ കൊല്ലപ്പെട്ടു. ഇനി നകുഷൻ എന്ന രാജാവിനാണെങ്കിലോ ഇന്ദ്രസ്ഥാനം കിട്ടി. ഇന്ദ്രൻ ഒളിവിൽ പോയപ്പോൾ നകുഷനെ രാജാവാക്കി. പക്ഷേ ഇന്ദ്രപത്നി അയാൾക്ക് കൈവശപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ ഇന്ദ്രപത്നി എന്തു പറഞ്ഞു? സപ്തർഷികൾ ചുമക്കുന്ന പല്ലക്കിൽ വന്നാൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ സപ്തർഷികൾ പല്ലക്കെടുക്കുമ്പോൾ അഗസ്ത്യ മഹർഷിക്ക് അല്പ പൊക്കം കുറവാണ്. അപ്പോൾ പല്ലക്ക് താന്നുപോയെന്ന് പറഞ്ഞ് ഇയാള് ആ മഹർഷിയെ ചവിട്ടി. അപ്പൊ മഹർഷി എന്ത് ചെയ്തു? നീ പാമ്പായി പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ മലം പാമ്പായി നകുഷൻ. പിന്നെ വേനനും അധർമ്മിയായ രാജാവായിരുന്നു. ധ്രുവന്റെ വംശത്തിൽപ്പെട്ടതാണ് വേനൻ. ഋഷിമാരെ അപമാനിച്ചപ്പോൾ ഋഷിമാർ എന്ത് ചെയ്തു? അവനെ ഹുങ്കാര ശബ്ദത്തിലൂടെ അവനെ നശിപ്പിച്ചു, അവനെ ഭസ്മമാക്കി. അപ്പൊ അങ്ങനെ ബ്രാഹ്മണ ശാപ നിമിത്തം വേനൻ നശിച്ചു. ഇനി സീതയെ അപഹരിച്ചതുകൊണ്ട് രാമനാൽ കൊല്ലപ്പെട്ടു. പിന്നെ നരകാസുരൻ എന്ത് ചെയ്തു? ദേവമാതായ അതിഥിയുടെ കുണ്ടലങ്ങൾ അപഹരിച്ചു. പിന്നെ കുറെ ദുഷ്പ്രവൃത്തികൾ ചെയ്തു. അങ്ങനെ നരകാസുരൻ കൊല്ലപ്പെട്ടു. ഇതുപോലെ അനേകം പേർ ദേവന്മാരിലും അസുരന്മാരിലും രാജാക്കന്മാരിലും പ്രധാനിയായവർ ഐശ്വര്യദോഷ നിമിത്തം നശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടരായിട്ടുണ്ട്. അതുകൊണ്ട് ഐശ്വര്യം പ്രായേണ അനർത്ഥ സ്ഥാനമാണെന്ന് നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഹൈഹയോ നകുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമദാത് ഭ്രംസിതാസ്ഥാനാത് ദേവദൈത്യ നരേശ്വരാഹ. ശ്ലോകം 21. ഭവന്തയേതദ് വിജ്ഞായ ദേഹാദി ഉത്പാദ്യ അന്തവത് മാം യജന്തോ അധ്വരൈർ യുക്ത പ്രജാധർമ്മേണ രക്ഷത. ഭവന്ത ഏതത് വിജ്ഞായ ദേഹാദി ഉത്പാദ്യം അന്തവത്. ഉത്പാദിപ്പിക്കുവാൻ യോഗ്യമായ ദേഹം മുതലായത് അന്തവത് നാശമുള്ളതാണ്. അതായത് ഉണ്ടായതൊക്കെ നശിക്കും. ദേഹം ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് അത് നശിച്ചു പോകുന്നു എന്നത് ഇതിനെ ഭവന്തഹ നിങ്ങൾ വിജ്ഞായ അറിഞ്ഞു. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അത്. അപ്പൊ ഇവർക്ക് കുറെ നാള് ജരാസന്ധന്റെ ആ കോട്ടയിൽ കിടക്കേണ്ടി വന്നപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി. അപ്പൊ നിങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ട് യുക്ത വിചാരശീലരായിട്ട് അത്വരെ യാഗങ്ങൾ കൊണ്ട് മാം എന്നെ യജന്തക യജിക്കുന്നവരായി പ്രജകളെ ധർമ്മത്തോടുകൂടി രക്ഷത പരിപാലിക്കുക. അപ്പൊ ഇനി നിങ്ങൾ ചെന്ന് യാഗം കൊണ്ട് എന്നെ യജിച്ച് ധർമ്മത്തോടുകൂടി പ്രജകളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആ ജരാസന്ധൻ ബന്ധിച്ചിരുന്ന രാജാക്കന്മാരെയെല്ലാം
നല്ല വാക്ക് പറഞ്ഞ് ഭഗവാൻ തിരിച്ച് അവരവരുടെ രാജ്യത്തേക്ക് അയക്കുകയാണ്. ഭവന്തയേതത് വിജ്ഞായ ദേഹാതുത്പാദ്യമന്തവത് മാം യജന്തോ അധ്വരൈർ യുക്ത പ്രജാധർമ്മേണ രക്ഷത. ശ്ലോകം 22. സന്തന്വന്ത പ്രജാതന്തൂൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം ച സേവന്തോ മച്ചിത്ത വിചരിഷ്യഥാം. സന്തന്വന്ത പ്രജാതന്തൂൻ സന്തതികളെ സന്തന്വന്ത നന്നായി ജനിപ്പിക്കുന്നവരായി സുഖത്തെയും ദുഃഖത്തെയും ഭവാഭവോ വൃത്തിക്ഷയങ്ങളെയും പ്രാപ്തം വരുന്നതിനെ സേവിക്കുന്നവരായി മച്ചിത്ത എന്നിൽ തന്നെ ഉറപ്പിച്ച ചിത്തത്തോടു കൂടിയവരായി വിചരിഷ്യഥ നിങ്ങൾ സഞ്ചരിക്കുവിൻ. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന സൽപ്രജകളെ നിങ്ങളെ ഉൽപ്പാദിപ്പിക്കുവിൻ. സുഖദുഃഖങ്ങൾ വൃത്തിക്ഷയങ്ങൾ എന്നിങ്ങനെ വന്നു ചേരുന്നവയെല്ലാം ഒരുപോലെ അനുഭവിക്കുക. എന്നിൽ തന്നെ ഉറപ്പിച്ച മനസ്സോടുകൂടി സ്വേച്ഛയാ നിങ്ങൾ സഞ്ചരിക്കുക. സന്തന്വന്ത പ്രജാതന്തൂൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം ച സേവന്തോ മച്ചിത്ത വിചരക്ഷ്യത. ഉദാസീനാശ്ച ദേഹാത് ആത്മാരാമ ധൃതവൃത. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉദാസീനാശ്ച ദേഹാദൗ ആത്മാരാമ ധൃതവൃതാഹ മയ്യാവേശ്യ മനഃസമ്യക് മാമന്ദേ ബ്രഹ്മയാസ്യത. ഉദാസീനാഹ ച ദേഹാദൗ ആത്മാരാമ. ദേഹാദിയിൽ ഉദാസീനന്മാരായിട്ടും. അപ്പൊ ദേഹാദികളെ സംബന്ധിച്ച സകല വ്യാപാരങ്ങളിലും നിങ്ങൾ ഉദാസീനരായിരിക്കുക. ആത്മാരാമ ആത്മാവിൽ രമിക്കുന്നവരായിട്ടും വ്രതത്തെ അനുഷ്ഠിക്കുന്നവരായിട്ടും എന്നിൽ തന്നെ മനസ്സിനെ ആവേശിപ്പിച്ചിട്ട് അന്തേ അവസാനത്തിൽ ബ്രഹ്മമായ എന്നെ സമ്യക് പ്രയാസം കൂടാതെ യാസ്യത പ്രാപിക്കും. ഇപ്പൊ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുമല്ലോ, മയ്യേവ മന ആദത്സ്വ മയ്യേവ പ്രലീയതേ. എന്നിൽ ആരാണോ മനസ്സർപ്പിക്കുന്നത് അവരെ എന്നിൽ തന്നെ ലയിക്കും. അപ്പൊ ഭഗവാൻ പറയാണ്, നിങ്ങള് ദേഹാദികൾ സംബന്ധിച്ച സകല വ്യാപാരങ്ങളിൽ ഉദാസീനരായിട്ട് ആനന്ദസ്വരൂപനായ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് കാലം കഴിച്ചാൽ ശരീരനാശം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സർവാത്മാവായിരിക്കുന്ന എന്നിൽ തന്നെ നിങ്ങൾ പ്രാപിക്കും. ഉദാസീനാശ്ച ദേഹാദൗ ആത്മാരാമ ധൃതവ്രതാഹ മയ്യാവേശ മനഃസമ്യക് മാമന്ദേ ബ്രഹ്മയാസ്യത. ശ്ലോകം 24. ശ്രീശുകവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വരഃ തേഷാം നിയുക്ത പുരുഷാൻ സ്ത്രിയോ മജ്ജന കർമ്മണി. ഇത്യാദിശ്യ നിർവാൻ കൃഷ്ണഃ ഭഗവാൻ ഭുവനേശ്വരഃ ലോകത്തിന്റെ നാഥനും ഭഗവാൻ ഐശ്വര്യപൂർണനുമായ കൃഷ്ണൻ നൃപാൻ രാജാക്കന്മാരെ ഇതി ആദിശ്യ ഇപ്രകാരം ഉപദേശിച്ചിട്ട് തേഷാം അവരുടെ മജ്ജന കർമ്മണി സ്നാനകർമ്മത്തിൽ, അതായത് അവര് കുളിയാഹാരമൊന്നുമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ കോട്ടയില്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവരെ കുളിക്കാനൊക്കെയുള്ള കർമ്മത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും നിയോഗിച്ചു. അപ്പൊ ഇവർക്ക് എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ദാസികളെയും ദാസന്മാരെയൊക്കെ ഏർപ്പെടുത്തി. അപ്പൊ ഭഗവാൻ ഈ ഗൃഹസ്ഥാശ്രമത്തിന് ഉപകരിക്കുന്ന മാർഗത്തെയെല്ലാം, മോക്ഷപ്രാപ്തിക്കുള്ള മാർഗത്തെയെല്ലാം ഉപദേശിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അനുഷ്ഠിക്കുന്നവരുടെ ജീവിതം സഫലമാകും. ശ്രീശുകോവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വരഃ തേഷാം നിയുക്ത പുരുഷാൻ സ്ത്രീയോ മജ്ജന കർമ്മണി. ശ്ലോകം 25. സപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോ ഉചിതൈർവസ്ത്രൈർ
ഭൂഷണൈഷ്ട്രഗ്വിലേപനൈഃ ഭാരത ഹേ ഭരതകുലോൽപ്പന്ന നരദേവ ഉചിതൈഃ. രാജാക്കന്മാർക്ക് യോഗ്യങ്ങളായ വസ്ത്രങ്ങളെ കൊണ്ടും ഭൂഷണൈ അലങ്കാരം കൊണ്ടും ഷഗ് വിലേപനൈ മാല ചന്ദന ഇവ കൊണ്ടും ഷഗ് വിലേപനൈ ഇവ കൊണ്ടും സഹദേവനെ കൊണ്ട് സപര്യാം പൂജയെ കാരയാമസ ചെയ്യിപ്പിച്ചു. അപ്പം സഹദേവനാണല്ലോ രാജാവ്, ജരാസന്ധന്റെ മകനാണ് സഹദേവൻ. അപ്പൊ ആ സഹദേവനെ കൊണ്ട് ഈ രാജാക്കന്മാർക്കെല്ലാം വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം കൊടുപ്പിച്ചു. എന്നിട്ട് അവരൊക്കെ രാജാവിന്റെ ആ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു. സപര്യാം കാരയാമാസ സഹദേവേന ഭാരത നരദേവോചിതൈർവസ്ത്രൈർ ഭൂഷണൈഷ്ട്രഗ്വിലേപനൈഃ. ശ്ലോകം 26. ഭോജയിത്വാ വരാന്യേന സുസ്നാതാൻ സമലങ്കൃതാൻ ഭോഗൈശ്ച വിവിധൈർയുക്താം താംബൂലാദൈർനൃപോചിതൈഃ. ഭോജയിത്വാ വര അന്യേന സുസ്നാതാൻ സമലങ്കൃതാൻ. സുസ്നാതാൻ അപ്പോ സ്നാനം കഴിച്ചവരും കുളിച്ചവരും സമലങ്കൃതാൻ അലങ്കാരം, അതായത് കുളിച്ച് ഒരുങ്ങി ഒക്കെ ഇരിക്കുന്നവരുമായ അവരെ വരാന്യേന ഉത്കൃഷ്ടമായ അന്നം കൊണ്ട് ഭോജയിത്വ ഭുജിപ്പിച്ചു. അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുപ്പിച്ചു. എന്നിട്ട് നൃപോചിതൈ രാജയോഗ്യങ്ങളായ താമ്പൂലം മുതലായ വിവിധങ്ങളായ ഭോഗയിച്ച ഭോഗങ്ങളോട് യുക്തരാക്കി തീർത്തു. അപ്പൊ അവര് സഹദേവനെ കൊണ്ട് തന്നെ അവർക്ക് കുളിക്കാനുള്ള സൗകര്യം വെച്ചു, അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് താമ്പൂലം മുതലായി ഈ രാജാക്കന്മാരെ സൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെയൊക്കെ കൊണ്ട് അവരെ പൂജിച്ചു. ഭോജയിത്വാ വരാന്യേന സുസ്നാതാൻ സമലങ്കൃതാൻ ഭോഗൈശ്ച വിവിധൈർയുക്താം താംബൂലാദൈർനൃപോചിതൈഃ. ശ്ലോകം 27. തേ പൂജിതാ മുകുന്ദേന രാജാണോ മൃഷ്ടകുണ്ടലാഃ വിരേജുർമോചിതാ ക്ലേശാത് വാവൃടന്തേ യഥാഗ്രഹാഃ. തേ പൂജിതാ മുകുന്ദേന രാജാനഃ മൃഷ്ടകുണ്ടലാഃ വിരേജുഃ മോചിതാഃ ക്ലേശാത് പ്രാവൃടന്തേ യഥാഗ്രഹാഃ. മൃഷ്ടകുണ്ടലാഃ നല്ല ശോഭിക്കുന്ന കുണ്ടലങ്ങളോടുകൂടിയ തേ രാജാന രാജാക്കന്മാർ മുകുന്ദേന കൃഷ്ണനാൽ ക്ലേശാ ദുഃഖത്തിൽ നിന്ന് മോചിത വിടുവിക്കപ്പെടുന്നവരായി. അപ്പം ഭഗവാന്റെ ദർശനം കൊണ്ട് തന്നെ അവരുടെ ദുഃഖമെല്ലാം തീർന്നെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ ഇതാ ആ കുളിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ലവണ്ണം അലങ്കരിച്ച് രാജാക്കന്മാർക്ക് യോജിച്ച പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് പൂജിക്കപ്പെട്ടവരായി പ്രാവൃടന്തേ മഴക്കാലത്തിന്റെ അവസാനത്തിൽ ഗൃഹങ്ങൾ എന്ന പോലെ വിരേജു ശോഭിച്ചു. അപ്പൊ മഴക്കാലം കഴിഞ്ഞ് ശരത്കാലത്തിന്റെ ആരംഭത്തിൽ മേഘനിർമുക്തങ്ങളായ സൂര്യാദി ഗ്രഹങ്ങൾ എങ്ങനെ ആകാശത്തിൽ ശോഭിക്കുന്നുവോ അതുപോലെ ഇവരും നല്ല കുണ്ടലവും ആഭരണങ്ങളൊക്കെ ധരിച്ച് അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവരായി സന്തോഷഭരിതരായി പ്രകാശിച്ചു. തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടലാഃ വിരേജുർമോചിതാ ക്ലേശാത് പ്രാവൃടന്തേ യഥാഗ്രഹാഃ. ശ്ലോകം 28. രഥാൻ സദ് അശ്വാൻ ആരോപ്യ മണികാഞ്ചനഭൂഷിതാൻ പ്രീണയ്യ സുനിർദൈർ വാക്യൈ സ്വദേശാൻ പ്രത്യയാപയത്. രഥാൻ സദ് അശ്വാൻ ആരോപ്യ മണികാഞ്ചനഭൂഷിതാൻ രത്നം സ്വർണം ഇവയാൽ അലങ്കരിക്കപ്പെട്ടും സദശ്വാൻ നല്ല കുതിരകളെ യോജിപ്പിച്ചിരിക്കുന്ന രഥാൻ തേരുകളെ. അപ്പൊ അവർക്ക് പോകാനുള്ള തേരുകളും കുതിരകളും എല്ലാം വന്നു. നല്ല കുതിരകളെ യോജിപ്പിച്ചിരിക്കുന്ന തേരുകളില് അവരാരോപ്യ കയറിയിട്ട് സുനിർദൈ പ്രീതികരങ്ങളായ വാക്യങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തിയിട്ട് സ്വദേശാൻ രാജ്യങ്ങളിലേക്ക് പ്രത്യയാപയ പുറപ്പെടുവിച്ച് അയച്ചു. അപ്പോൾ അവർക്ക് ശ്രേഷ്ഠങ്ങളായ കുതിരകളെ കെട്ടിയ രഥത്തിലൊക്കെ അവരെ കയറ്റി അവർക്ക് സംതൃപ്തി ജനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് അവരെ അയച്ചു. രഥാൻ സദശ്വാനാരോപ്യ
മണികാഞ്ചനഭൂഷിതാൻ പ്രീണയ്യ സുനിർദൈർവാക്യൈ സ്വദേശാൻ പ്രത്യയാവയത്. ശ്ലോകം 29. തയേവം മോചിത കൃഷ്ണാത് കൃഷ്ണേന സുമഹാത്മനാ യയുസ്തമേവ ധ്യായന്ത കൃതാനി ച ജഗത്പദേ. ഏവം മോചിത കൃഷ്ണാത് കൃഷ്ണേന സുമഹാത്മന ഏറ്റവും മഹത്തായ മനസ്സോടുകൂടിയ കൃഷ്ണനാൽ ഏവം ഇപ്രകാരം കൃഷ്ണാത് സങ്കടത്തിൽ നിന്ന് മോചിക്കപ്പെട്ട തേ അവർ തം ഏവ അവനെ തന്നെയും ജഗത്പതിയുടെ കൃതാനിച്ച കർമ്മങ്ങളെയും ധ്യാനിക്കുന്നവരായിട്ട് യയു അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോ കാരുണ്യം നിറഞ്ഞ മനസ്സോടുകൂടിയ ഭഗവാനാൽ ഇപ്രകാരം സങ്കടത്തിൽ നിന്നും മോചിക്കപ്പെട്ട ആ രാജാക്കന്മാർ ലോക മനോഹരനായ മംഗളപ്രദനായ ആ കൃഷ്ണന്റെ ദിവ്യ മംഗള വിഗ്രഹത്തെയും ജരാസന്ധവധം മുതലായ ധീര കർമ്മങ്ങളെയും തങ്ങളെ സ്നാനം കഴിപ്പിക്കുക മുതലായ ഔദാര്യപൂർവമായ പ്രവൃത്തികളെയും ധ്യാനിച്ചുകൊണ്ട് അവരെന്ത് സ്വദേശത്തിലേക്ക് യാത്ര ചെയ്തു. അപ്പൊ ഭഗവാന്റെ കരുണ നിമിത്തമാണ് അവർക്ക് സ്വദേശത്തേക്ക് പോകാൻ സാധിച്ചതില്ലെങ്കിൽ ജരാസന്ധന്റെ ഈ കൽത്തുറുങ്കിൽ കിടന്ന് തന്നെ മരിക്കേണ്ടി വരുമായിരുന്നു. തമേവ മോചിത കൃഷ്ണാത് കൃഷ്ണേന സുമഹാത്മന യയുസ്തമേവ ധ്യായന്ത കൃതാനി ച ജഗത്പദേഹേ. ശ്ലോകം 30. ജഗതോ പ്രകൃതിഭ്യസ്തേ മഹാപുരുഷചേഷ്ടിതം യഥാന്വശാസത് ഭവാം തഥാ ചക്രുർ അതന്ത്രിതാഃ. ജഗതു പ്രകൃതിഭ്യഃ തേ പ്രകൃതിഭ്യഃ അവർ പ്രജകളോട് മഹാപുരുഷചേഷ്ടിതം മഹാപുരുഷന്റെ വ്യാപാരത്തെ ജഗതു പറഞ്ഞു. അപ്പൊ അവർ രാജ്യത്ത് ചെന്ന് പ്രജകളോട് ആ കൃഷ്ണന്റെ മാഹാത്മ്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ എപ്രകാരം അനുശാസിച്ചുവോ അതന്ത്രിതാഹ ആലസ്യമില്ലാത്തവരായിട്ട് തഥാചക്രു അപ്രകാരം തന്നെ ചെയ്തു. അപ്പൊ ഭഗവാൻ ഏത് വിധത്തിൽ ധർമ്മത്തോടുകൂടി പ്രജകളെ പരിപാലിക്കണമെന്ന് പറഞ്ഞയച്ചുവോ അപ്രകാരം തന്നെ അവർ പ്രജകളെ പരിപാലിച്ചു. ജഗതു പ്രതിർഭ്യാസ്തേ മഹാപുരുഷചേഷ്ടിതം യഥാന്വശാസത് ഭഗവാൻ തഥാ ചക്രുർ അതന്ത്രിതാഹ. ശ്ലോകം 31. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ പാർത്ഥാഭ്യാം സംയുതപ്രായാത് സഹദേവേന പൂജിത. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ കൃഷ്ണൻ ഭീമസേനനെ കൊണ്ട് ജരാസന്ധം ഘാതയിത്വ ജരാസന്ധനെ വധിപ്പിച്ചിട്ട് പാർത്ഥന്മാരോട് സംയുത ചേർന്നവനായി, അതായത് അർജുനനോടും ഭീമനോടും ചേർന്ന് സഹദേവനാൽ പൂജിക്കപ്പെട്ടിട്ട്, ഇവിടെ ഏത് സഹദേവനാണ്? ജരാസന്ധന്റെ മകനായ സഹദേവനാൽ പൂജിക്കപ്പെട്ടവനായി അവിടെ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. അപ്പൊ അങ്ങനെ അർജുനനും ഭീമനും കൃഷ്ണനും പോകാൻ പുറപ്പെട്ടു. അപ്പോ സഹദേവൻ അരികത്ത് വന്ന് നമസ്കാരാദി ക്രിയകളൊക്കെ ചെയ്തു. അങ്ങനെ അവന്റെ പൂജ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനും അർജുനനും ഭീമനും ഇന്ദ്രപ്രസ്ഥത്തേക്ക് പുറപ്പെട്ടു. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ പാർത്ഥാഭ്യാം സംയുത പ്രായാത് സഹദേവേന പൂജിത. ശ്ലോകം 32. ഗത്വാ തേ കാണ്ഡവപ്രസ്ഥം ശംഖാൻ ദത്മുർജിതാരയഃ ഹർഷയന്ത സ്വസുഹൃദോ ദുർഹൃദാം ചാസുഹാവഹാഃ. ഗത്വാ തേ കാണ്ഡവപ്രസ്ഥം ശംഖാൻ ദത്മുർജിതാരയഃ ഹർഷയന്തക സ്വസുഹൃദഃ തങ്ങളുടെ സുഹൃത്തുക്കളെ ഹർഷയന്തക സന്തോഷിപ്പിക്കുന്നവരും ദുർഹൃദാം ദുഷ്ടന്മാർക്ക് അസുഖാവഹ അസുഖത്തെ ഉണ്ടാക്കി തീർക്കുന്നവരും ജിത അരയഹ അരയെന്ന് വെച്ചാൽ ശത്രുക്കളെ ജയിച്ചവരുമായത്തെ അവർ കാണ്ഡവപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തെ ഗമിച്ചിട്ട് ശംഖങ്ങളെ ഊതി. അപ്പോ അവർ ശത്രുക്കളെയൊക്കെ ജയിച്ചു. സ്വന്തം ഭക്തന്മാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കൊക്കെ സന്തോഷത്തെ
ഉണ്ടാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണാദികൾ ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രവേശിച്ച് അവരെത്തിയെന്നുള്ള ശംഖങ്ങളെ ഊതി. ഗത്വാ തേ കാണ്ഡവപ്രസ്ഥം ശംഖാൻ ദത്മർജിതാരയാ ഹർഷന്ത സ്വസുഹൃദോ ദുർഹൃദാം ചാസുഖാവഹാം. ശ്ലോകം 33. തശ്രുദ്ധ്വാ പ്രീതമനസാ ഇന്ദ്രപ്രസ്ഥനിവാസിനഃ മേനിരേമാഗതം ശാന്തം രാജാ ചാപ്ത മനോരഥഃ. തത്ശ്രുദ്ധ പ്രീതമനസഃ ഇന്ദ്രപ്രസ്ഥനിവാസിനഃ. ഇന്ദ്രപ്രസ്ഥത്തിലെ ആളുകൾ അതിനെ ശുദ്ധ, ആ ശംഖനാദത്തെ കേട്ടിട്ട് പ്രീതമനസ, അവർക്ക് മനസ്സിലായി കൃഷ്ണൻ എത്തിയെന്ന്, സന്തോഷമുള്ള മനസ്സോട് കൂടിയവരായി മാഗതം ജരാസന്ധനെ ശാന്തം മരിച്ചതായിട്ട് മേനിരെ വിചാരിച്ചു. അപ്പോൾ കൃഷ്ണൻ ശംഖൂതിയപ്പോൾ വിചാരിച്ചു ജരാസന്ധൻ മരിച്ചു കഴിഞ്ഞു. രാജ യുധിഷ്ഠിരൻ ആപ്ത മനോരഥ, പൂർണ്ണ മനോരഥത്തോടു കൂടിയവനായി ഭവിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചു തന്റെ മനോരഥം പൂർത്തിയായി, ജരാസന്ധൻ വധിക്കപ്പെട്ടു. ശംഖ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. തശ്രുദ്ധ്വാ പ്രീത മനസ ഇന്ദ്രപ്രസ്ഥ നിവാസിനഃ മേനിരേമാഗതം ശാന്തം രാജാ ചാപ്ത മനോരഥഃ. ശ്ലോകം 34. അഭിവന്ദ്യാതരാജാനം ഭീമാർജുന ജനാർദ്ദനാഃ സർവം ആശ്രാവയാ ശക്രൂർ ആത്മന യദനുഷ്ഠിതം. അഭിവന്ദ്യ അഥ രാജാനാം ഭീമാർജുന ജനാർദ്ദനാഃ. ഭീമനും അർജുനനും കൃഷ്ണനും അതനന്തരം രാജാവിനെ അഭിവന്ദ്യ, രാജാവായ യുധിഷ്ഠിരനെ ചെന്ന് കണ്ട് അഭിവന്ദിച്ചിട്ട് ആത്മന തന്നാൽ യദനുഷ്ഠിതം എന്ത് ചെയ്യപ്പെട്ടതോ സർവം എല്ലാം ആശ്രാവയാ ശക്രു അവരെ പറഞ്ഞു കേൾപ്പിച്ചു. തങ്ങൾ അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം യുധിഷ്ഠിരനെ എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ചു. അഭിവന്ദ്യാതരാജാനാം ഭീമാർജുന ജനാർദ്ദനാഃ സർവം ആശ്രാവയാം ചക്രൂ ആത്മനായതനുഷ്ഠിതം. ശ്ലോകം 35. നിശമ്യ ധർമ്മരാജസ്ത കേശവേനാനുകമ്പിതം ആനന്ദാശ്രു കലാമുഞ്ചൻ പ്രേംണാനോവാച കിഞ്ചന. നിശമ്യ ധർമ്മരാജഃ തത് കേശവേന അനുകമ്പിതം ആനന്ദാശ്രുകലാം മുഞ്ചൻ പ്രേംണ ന ഉവാച കിഞ്ചന. ധർമ്മരാജാവ് കേശവനാൽ കൃഷ്ണനാൽ അനുകമ്പിതം ദയ കാണിക്കപ്പെട്ട തത് ആ വൃത്താന്തത്തെ നിശമ്യ കേട്ടിട്ട് പ്രേമം കൊണ്ട് ആനന്ദാശ്രു കലാം ആനന്ദ ബാഷ്പത്തെ മുഞ്ചൻ ആനന്ദാശ്രുകൾ പൊഴിക്കുന്നതായിട്ട് ഇരിക്കുകയല്ലാതെ കിഞ്ചന ന ഉവാച ഒന്നും പറഞ്ഞില്ല. സന്തോഷം കൊണ്ട് ആനന്ദാശ്രുകൾ പൊഴിഞ്ഞതല്ലാതെ തനിക്ക് ഒന്നും പറയാൻ ആകാതെ നിന്നുപോയി. നിശമ്യ ധർമ്മരാജസ്ത കേശവാനാനുകമ്പിതം ആനന്ദാശ്രു കലാമുഞ്ചൻ പ്രേംണാനോവാച കിഞ്ചന. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ജരാസന്ധ അനിരുദ്ധ രാജ വിമോക്ഷണം നാമ ജരാസന്ധ നിരുദ്ധ രാജ വിമോക്ഷണം നാമ സപ്തതിതമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.